രാമക്ഷേത്രവും ഹിന്ദുത്വവാദവുമല്ല, തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ നാളുകളിലേക്ക് അടുക്കുമ്പോൾ ജനം ഉറ്റുനോക്കുന്ന ഒരു നേതാവ് തേജസ്വി പ്രഭ്. തന്റെ ശക്തമായ നിലപാടുകൾ കൊണ്ട് തേജസ്വി ഓരോ വേദികളെയും കീഴടക്കി തനിക്ക് പിന്നിൽ ഒരു ജനസാഗരത്തെ തന്നെ പണിതുയർത്തുകയാണ്. ബീഹാറിൽ അച്ഛനോളം വളർന്ന തേജസ്വി യാദവിന്റെ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. 2 പതിറ്റാണ്ടോളം മുന്നണികൾ മാറി മാറി ബീഹാർ പരീക്ഷിച്ച നിതീഷ് കുമാറിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ BJPയുടെ നിഴലിൽ നിൽക്കേണ്ടി വരുന്നത്? എന്തായിരിക്കും ബീഹാറിനെ കാത്തിരിക്കുന്ന ജനവിധി? UP കഴിഞ്ഞാൽ NDAക്ക് വൻ ഭൂരിപക്ഷം ലഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ആകെയുള്ള 40 സീറ്റിൽ 39 സീറ്റും NDA സഖ്യത്തിന് ലഭിച്ചു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാകില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലിമാറുന്ന നിതീഷ് കുമാറിനെതിരായ ജനവികാരവും രാഷ്ട്രീയ വികാരവും ഇത്തവണ ഇന്ത്യ മുന്നണിയെ തുണയ്ക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് മുൻപന്തിയിൽ നിന്ന നിതീഷ് അതുവരെ പറഞ്ഞുകൂട്ടിയതെല്ലാം വിഴുങ്ങി മോദി വാഴ്ത്തലുകളുമായി കൂടിയത് ആയുധമാക്കുകയാണ് തേജസ്വി യാദവ്. ഇന്ന് ബീഹാറിലേറെ സ്വാധീനമുള്ള നേതാവായി വളർന്നു കഴിഞ്ഞു ഈ യുവ നേതാവ്. ക്രിക്കറ്റിന്റെ ലോകത്തിൽ നിന്നും ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് തേജസ്വി എത്തിയത് അതിവേഗത്തിലായിരുന്നു. ലല്ലു പ്രസാദ് യാദവിനെ അനാരോഗ്യവും അഴിമതി കേസുകളും വലച്ചപ്പോൾ തന്റെ പകരക്കാരനായി ലല്ലു ബാറ്റിംഗിന് അയച്ചത് ഇളയ മകൻ തേജസ്വിയായിരുന്നു. അച്ഛന്റെ ഊഹവും ആ തിരഞ്ഞെടുപ്പും ഒന്നും ഒരു അണുവിട പോലും തെറ്റിയിരുന്നില്ല. അച്ഛനെ പോലെ തന്നെ ആളെ കൂട്ടുന്ന താരമായി തന്നെ ആ മകനും വളർന്നു. അവനെ കേൾക്കാനായ ഒരു കൂട്ടം യുവാക്കളും ജനങ്ങളും തടിച്ചുകൂടി. മകൻ തേജ് പ്രതാപിനും തേജസ് യാദവിനുമൊപ്പം മകൾ മിസാ ഭാരതിയും രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നു. JDU RJD സർക്കാരിന്റെ കാലത്ത് ഉപമുഖ്യമന്ത്രിയായ തേജസ്വി വളരെ വേഗത്തിലാണ് ജനപ്രിയനായി മാറിയത്. സർക്കാർ ആശുപത്രികളിലെ മിന്നൽ സന്ദർശനങ്ങൾ, യുവാക്കളെ കയ്യിലെടുക്കാനുള്ള മിടുക്ക്, ജനക്കൂട്ടത്തിനോട് ഇഴകിച്ചേർന്നുള്ള സംസാര ശൈലി, അധികാരത്തിലിരുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 5 ലക്ഷം സർക്കാർ നിയമനങ്ങൾ, അങ്ങനെ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ തന്നെ തേജസ്വി രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ കയ്യടി നേടിയെടുത്ത നേതാവായി മാറി. IRCTC അഴിമതി കേസിൽ അച്ഛനമ്മമാർക്കൊപ്പം തേജസ്വിയും പ്രതികളാണെങ്കിലും കേസിന് ആധാരമായി ഇടപെടലുകൾ നടക്കുന്ന കാലത്ത് തേജസ്വിക്ക് പ്രായം 15 മാത്രമായിരുന്നു. ഇന്നും പല വേദികളിലും തന്റെ 15 വയസ്സിലെ ഇടപെടലുകളെ പറ്റിയും പൊതുവേദിയിൽ വാദിക്കുന്നുമുണ്ട് തേജസ്വി. ആ പ്രായത്തിൽ താൻ എങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുമെന്ന ചോദ്യമാണ് EDയോടും ജനത്തിനോടും അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ആര് നൽകിയാലും എങ്ങോട്ട് വേണമെങ്കിലും ചായുന്ന പ്രകൃതമുള്ള നിതീഷിനെ ഒപ്പം കൂട്ടിയ BJPക്ക് അത് വലിയൊരു തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ഇത്തവണ 4 സീറ്റിൽ എത്ര പിടിച്ചാലും അവയെല്ലാം തേജസ്വിയുടെ വിജയം തന്നെയെന്ന് പറയേണ്ടി വരും.